ഗുഡ് മോർണിംഗ്. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്രഭാതം നേരുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ 2 പേരോട് വന്നു. അവരെ ഒന്ന് കാണിച്ചേ, കൈ കാണിച്ചേ. റിഷോണും റിയോണും എൻ്റെ അനുജന്റെ മക്കളാണ് കേട്ടോ. ഭയങ്കര മിടുക്കന്മാരാണ്, സ്ട്രോങ് ആൾക്കാരാണ്. അപ്പോൾ അവന്മാരോട് ഉണ്ടായതുകൊണ്ട് ഞാൻ വേറൊരു ടോപ്പിക്ക് പറയാം. എന്ത് ടോപ്പിക് എന്നറിയാമോ? നടത്തയുടെ ഗുണങ്ങൾ. നടത്തയുടെ ഗുണങ്ങൾ. നമ്മൾ ഇത്രയും നാളായിട്ട് നടക്കുക. അപ്പം നടക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ മനുഷ്യനെ എത്തരത്തിൽ സഹായിക്കും എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഒന്ന് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ തലച്ചോറിനെ എങ്ങനെ പ്രചോദനം ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഊർജ്ജസ്വലമാക്കി മാറ്റും. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ സംസാരിക്കുന്നത് നടത്തയും ഹൃദയാഘാതവുമായി തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നു. മനസ്സിലാവുന്നു? മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. മനസ്സിലാവുന്നു? അപ്പം നടത്തയ്ക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ, ബിനു തോമസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഞാൻ പറഞ്ഞത് എന്താണ്? ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടതാണ്. ഹാർട്ട് അറ്റാക്ക്. യഥാർത്ഥത്തിൽ നമ്മുടെ BP, ഷുഗർ, കൊളസ്ട്രോള് എന്നിവ എന്ത് ചെയ്യുന്നു? നമുക്ക് മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസസാണ്, ജീവിതത്തിൽ കൃത്യമായി ഉള്ളതാണ്. ഇത് ജീവിതശൈലി രോഗങ്ങളാണ്. ഇതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മനസ്സിലാവുന്നു? എങ്ങനെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാം? അതിനെനിക്ക് പറയാനൊക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞാനിത് പറയുന്നത്, ഞാൻ കൃത്യമായി പറഞ്ഞാൽ 2024 ജൂലൈ മാസം 4-ാം തീയതി ഹെൽത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞ അവർ പഠിച്ച ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, ഉറപ്പായിട്ടും നടത്തയ്ക്ക് മറ്റെല്ലാ എക്സസൈസിനേക്കാളും ഗുണമുണ്ട്. അതോടൊപ്പം തന്നെ നടക്കുമ്പം ചില സ്റ്റൈലൊക്കെ വേണം കേട്ടോ. ഇത്രയും കൊല്ലം നിങ്ങൾ നടന്നേല്ലേ. ഒന്ന്, നിങ്ങൾ നടക്കുമ്പം നിവർന്ന് നടക്കാൻ പഠിക്കണം, കൈയൊക്കെ വീശി നടക്കാൻ പഠിക്കണം. മനസ്സിലാവുന്നു? അങ്ങനെ പല ടിപ്സ് ഉണ്ടാവണം. മനസ്സിലാവുന്നു? അപ്പൊ നമ്മുടെ BP, ബ്ലഡ് പ്രഷർ, ഷുഗർ, മനസ്സിലായോ? രാജൻ എന്തുകൊണ്ട് കഴിഞ്ഞത്? അപ്പം BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയൊക്കെ എങ്ങനെ, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമോ? അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ നടക്കുന്നതിനകത്ത് ചിലപ്പോൾ ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് കൈയൊക്കെ ഇങ്ങനെ ഒന്ന് അനക്കി, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഒന്ന് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യിപ്പിച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടും ഒരു നിശ്ചിത സ്പീഡിലും നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം ചെയ്താൽ പിറ്റേന്ന് നിർത്തരുത്. അത് തുടർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വേണം നിങ്ങൾ നടക്കാൻ. അതിന് നല്ല സുഹൃത്തുക്കളെ കൂട്ടാം, ഫാമിലിയെ കൂടെ നടത്തി പോകാം, അല്ലെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങൾ അതേന്ന് പറയുന്നത് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെയുള്ള കൃത്യമായ ചില പഠനങ്ങൾ വെക്കണം. അപ്പം നമ്മൾ പറയുന്നത് പ്രഭാത നടത്തത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ കൃത്യമായി ഇത് പറയണം. ഒന്ന്, ബ്ലഡ് ഷുഗർ കുറയ്ക്കും, ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കും. അന്നേരം ഗ്ലൂക്കോസിന്റെ അളവ് അങ്ങോട്ട് കുറഞ്ഞാലേ നമ്മൾ ഊർജ്ജസ്വലരാകും. ഗ്ലൂക്കോസിന്റെ അളവൊക്കെ കൂടി നമ്മൾ ടയർഡായോ ഇങ്ങനെ ആയിപ്പോവും. അതിനകത്തുനിന്ന് എപ്പോൾ ക്ഷീണമാവത്തില്ലേ? പഞ്ചസാരയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്തുവാ? അവൻ വളരെ ടയർഡായി പോവും. അത് പഠിച്ചോണം. അവന്റെ കണ്ണു പോളെല്ലാം ഇങ്ങനെ അങ്ങോട്ട്. ക്ഷീണമുള്ളവർക്ക് ഗ്ലൂക്കോസ് എടുക്കുന്നുണ്ട്. അത് ഊർജ്ജസ്വലത വരുമെന്നല്ലേ പറയുന്നേ? അതൊരു നിശ്ചിത ലെവലിൽ കൂടിപ്പോയാൽ അതിനേക്കാൾ വലിയ അപകടമാണ്. പഞ്ചസാരയുടെ അളവ് കൂടുമ്പോഴത്തെ എനിക്കുണ്ടല്ലോ, എനിക്കിനി വേറൊരാൾ പഠിപ്പിക്കണ്ടല്ലോ. ഷുഗറിന്റെ അളവ്, അതായത് ഷുഗർ അങ്ങ് വളരെ ക്രമാനുഗതമായി വർദ്ധിച്ച്. മനസ്സിലാവുന്നോ? അമ്മ ക്രമാനുഗതമായി വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഷുഗറിന്റെ അളവ് എത്രയായി? ബ്ലഡിൽ കൂടി. എല്ലാത്തിൻ്റെ അങ്ങനെ അതുമായി കണക്ട് ചെയ്ത് ഒത്തിരി സാധനങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവയവങ്ങളെ അത് ബാധിക്കും, പ്രതിരോധ ശേഷിയെയും ബാധിക്കും. അപ്പോഴാണ് നമ്മൾ ഈ ഷുഗർ കത്തിച്ച് കളയാൻ വേണ്ടി, എക്സസ് ആയിട്ടുള്ളത് കത്തിച്ച് കളയാൻ ഇതുള്ള നടത്തയും കാര്യങ്ങളും ഒക്കെ സഹായിക്കും. മനസ്സിലാവുന്നു? അപ്പൊ ഈ ഗ്ലൂക്കോസിന്റെ അളവ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സാക്ടോസ്, എന്തൊക്കെ, സുക്രോസ്, അങ്ങനെ ഫ്രക്ടോസ്, സുക്രോസ്, ഗലക്ടോസ്, സെല്ലുലോസ്.
എന്തുവാടെ ഈ പറയുന്നേ? അങ്ങനെ സെല്ലുലോസോ? സെല്ലുലോസ് ഇല്ലായിരിക്കും. എന്തുവാടെ ഈ പറയുന്നേ? പൊട്ടത്തരം പറയുന്നത്. ഗ്ലൂക്കോസിന്റെ 3 പിരിവുകൾ ഞങ്ങളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടാ വന്നേട്ടോ. ഏതൊക്കെ വന്നെന്ന് ഗ്ലൂക്കോസ്, സെല്ലുലോസ് അങ്ങനെയൊക്കെ അങ്ങ് പറയുക. അതും സെല്ലുലോസ് എന്തോടി മോളെ? ബയോ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഇതിന്റെ എന്തോത്തിന്റെ ഇരി പറഞ്ഞു കൊടുക്കടി. ബയോമോളിക്യൂൾസിലെ കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്ന 5 ഡിവിഷൻസ് ആണ് ഫ്രക്ടോസ്, ഗലക്ടോസ്, സുക്രോസ് ഇതെല്ലാം. മനസ്സിലായോ? അപ്പം ഇതെന്ത് ചെയ്യും? ബ്ലഡ് ഷുഗർ കുറയ്ക്കും. അതോടൊപ്പം തന്നെ തലച്ചോറിൽ രക്തയോട്ടം കൂടും. രണ്ടാമത്തെ പോയിന്റ് എന്തോ? ബ്ലഡ് ഷുഗർ കുറച്ചു. അതോടൊപ്പം തന്നെ തലച്ചോറിലേക്ക് ഓക്സിജന്റെ പമ്പിങ് നടക്കും. മനസ്സിലായോ? രക്തയോട്ടം കൂടുക പറഞ്ഞാൽ എന്തോ ചെയ്യും? ഓക്സിജൻ കൂടും. അപ്പോൾ ഒരു എനർജി വരും, ഊർജ്ജസ്വലത വരും, ഒരു ചില ഹോർമോൺസ് ഒക്കെ എടുത്ത് പുറത്തേയാടും. അതൊക്കെയാ. ഇനിയും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. പറ. ഓക്സിറ്റോസിന്, വാസോപ്രസിന്, പറ വേറെ ഏതൊക്കെ ഉണ്ട്? അങ്ങനെയുള്ള ഹോർമോൺസ് എന്തോ ചെയ്യും? അതാണ് നമ്മൾ പറയുന്നത് ഹാപ്പി ഹോർമോൺസ് എല്ലാം വർക്കൗട്ട് ചെയ്യും. ഡോപ്പമിന്, അല്ല അഡ്രിനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആക്കും, നമ്മളെ ദേഷ്യം പിടിപ്പിക്കും. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മുടെ തലച്ചോറിനകത്ത് ഓക്സിജൻ കൂടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ ആക്റ്റീവായി മാറും. ഐഡിയ കിട്ടിയോ? അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ പേശികൾ അങ്ങ് സ്ട്രോങ് ആവും. അതായത് കുണ്ടി, തൊട, കാല്, ഇവിടങ്ങളെല്ലാം നല്ല ഷേപ്പ് വരും. മനസ്സിലാവുന്നോ? അതുപോലെ തന്നെ നല്ല ആകാരവടുവും അതുപോലെ തന്നെ സ്ട്രക്ചറുള്ള ശരീരം കിട്ടുന്നതിനും രാവിലെ നടക്കുന്നത് നല്ലതാണെന്ന് ചിലരെ ബോധ്യപ്പെടുത്തുന്നു. മനസ്സിലാവുന്നോ? മനസ്സിലായി. അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞ ഈ ഹാർട്ട് അറ്റാക്ക് ഇത് ബാധിക്കുമെന്ന് പറയുന്നു. അപ്പൊ ഇത് ദിവസവും നടന്നു കഴിഞ്ഞാൽ എന്തോ ഗുണമെന്ന് അറിയാമോ? കൃത്യമായി നമ്മളങ്ങ് നടക്കുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? വയറൊക്കെ ഇച്ചിരി കുറയ്ക്കാൻ പറ്റും. നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും ദോഷകരമായ ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഈ സ്മോക്കിംഗ് ചെയ്യരുത്. വലിയ മദ്യപാനവും പാടില്ല. മനസ്സിലാവുന്നോ? ഇതിന് കുറെ സിംറ്റംസ് ഒക്കെ അന്നേരം വരും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു കാര്യം മനസ്സിലാവുന്നോ? സിനിമയൊക്കെ കാണുന്നുണ്ട്, അത്രയെങ്കിലും ഉപകാരം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, മോർണിംഗ് വാക്കിന്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഹോർമോണുകളുടെ എന്തോ ചെയ്യുന്നറിയാമോ? കൃത്യമായി സന്തുലിതാവസ്ഥ പാലിക്കാൻ സഹായിക്കും. ഹോർമോണുകൾ എന്ത് ചെയ്യും? സന്തുലിതാവസ്ഥ പാലിക്കാൻ സഹായിക്കും. നമുക്ക് ആ ഹോർമോണുകൾ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ഹാപ്പിനെസ് കിട്ടുമെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നോ? അപ്പൊ നമുക്ക് സന്തോഷം ലഭിക്കും. ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഉത്കണ്ഠ മാറും. വലിയൊരു പ്രശ്നം കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും, അതങ്ങ് മാറും. മനസ്സിലാവുന്നോ? എല്ലാത്തിനും ഒരു ജിജ്ഞാസ, ഒരു സ്ട്രെസ്, ഒരു സ്ട്രെയിൻ ഫോർ വാട്ട്. പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പെടൽ അവല് മാറത്തില്ലയോ? നമ്മൾ ഇത്രയും പേരോടെ നടക്കും. നമ്മുടെ വിഷോണും റിയോണോടെ ഇന്ന് വന്നേക്കോ, ഭയങ്കര ആക്റ്റീവ് 2 പിള്ളേരൂടെ കയറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ നടത്തേക്ക് എന്താ ചെയ്ത് കുറച്ചുകൂടി ഊർജ്ജസ്വലതയായി. അപ്പോൾ അതൊരു മോട്ടിവേഷനാണ്. യവന്മാർ വരുമ്പോൾ യവന്മാരെ ട്രിഗർ ചെയ്യുക നമ്മളെ. എടാ കൊച്ചു മൂട്ട പിള്ളേർ 2 എണ്ണം നടക്കാൻ പറ്റും. യവന്മാർ നടക്കുമ്പോൾ ഈ സമൂഹം കൈ വീശിയൊക്കെ അങ്ങോട്ട് നടക്കുമ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് വിട്. കുഞ്ഞല്ല സ്മാർട്ടായിട്ട് വരുമ്പോൾ അങ്ങനെ കൊച്ചുങ്ങൾ അങ്ങോട്ട് സ്മാർട്ടായിട്ട് വരുവാ കേട്ടോ. അങ്ങനെ മാനസികാവസ്ഥ മെച്ചപ്പെടും. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുമെന്ന് പറഞ്ഞു. ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കുറയും. അപ്പൊ ഈ നടക്കുന്നത് ചെറിയൊരു കേസാണോ? അല്ല. മനസ്സിലാവുന്നോ? അപ്പൊ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോഴേ ഇപ്പൊ നമ്മള് ചിലരൊക്കെ പറയാ എന്തെങ്കിലും വരട്ടെ, വരുമ്പോ ഞാൻ നടക്കാടേ നെൽസ, നീ നടന്നോ, നീ നടന്നോ, എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നടക്കാം. അപ്പൊ എന്തോ പ്രശ്നമെന്ന് അറിയണ്ടേ? അപ്പൊ ഈ അറ്റാക്ക് വരുന്നതിന് മുമ്പുള്ള ഒന്ന് ഈ ഇടത് കൈ എന്തോ അപ്പൊ ഈ മൊബൈൽ പിടിച്ചേക്കുന്ന കൈ നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ. അപ്പൊ കൈയുടെ അപ്പുറത്തെ സൈഡ് ഹാർട്ട് അറ്റാക്ക്, അതായത് ഈ കൈയുടെ ഈ ഇടത് കൈയില് ഇങ്ങനെ കഴപ്പ്, ഒരു ഒരു തരിതരിപ്പ് പോലുള്ള വേദന, ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായും അതെന്ത് ചെയ്തിരിക്കണം? നോട്ട് ചെയ്തോണം എന്ന് പറഞ്ഞുകൊണ്ട് അറ്റാക്ക് വരുന്നേ നിലവിളിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ വരുന്നത് മനസ്സിലാവുന്നു? അതും ഒന്ന് ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ള അതുപോലെ തന്നെ
ഈ മുഖത്തൊക്കെ ഈ വിയർപ്പ് കൂടുതലായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വിയർത്ത് കുളിച്ച്, അല്ലാതെ വെയിലത്ത് കൊണ്ടുവന്നിട്ട് വിയർത്ത് ഇങ്ങോട്ട് വരുമ്പം പറയരുത് എനിക്ക് അറ്റാക്കിന്റെ ലക്ഷണമാണെന്ന് പറയരുത് കേട്ടോ. എന്നാലും നല്ലോണം പെട്ടെന്ന് അങ്ങ് ഇവിടെ എല്ലാം മഞ്ഞ് മൂടിയതുണ്ടോ. അപ്പോൾ നമ്മൾ ആലോചിച്ചോണം, ഹാർട്ട് അറ്റാക്കിന്റെ വാർണിംഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിന്, ഈ നിയമങ്ങളൊക്കെ ഇടതു കൈക്ക് ഉണ്ടാകുന്ന വേദന, പിന്നെ മുഖം വലുതായിട്ട് വിയർക്കുന്നതും ഒക്കെ എന്ത് ചെയ്യും. അതുപോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു പ്രശ്നമാണ് ഈ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന എന്ത്, നിങ്ങളുടെ ആരോഗ്യം ഹൃദയം സ്ട്രോങ് ആണെന്ന് അറിയാനാണ് ഒരു 30 സെക്കൻഡ് വരെയൊക്കെ ഹൃദയം ഇങ്ങനെ പിടിച്ചു നോക്കുന്നത്. 1, 2, എന്നാ മോളൊന്ന് എണ്ണിയ 30 വരെ. എന്നാ മോനെ പറ, 30 വരെ ഒന്ന് പിടിക്ക നീ. ശ്വാസം പോയി. അപ്പൊ എന്ത് ചെയ്യുന്നു? 30 അങ്ങനല്ല, ഒരു 30 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, ഒരു സെക്കൻഡ്. മനസ്സിലാവുന്നു? അപ്പൊ ഇനി അടുത്ത ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഷുഗറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ 3 പോയിന്റ്സ് ആയിരുന്നു പറഞ്ഞേ. ഈ മോർണിംഗ് വാക്ക് എങ്ങനെ നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ഹൃദയത്തിന്, അതോടൊപ്പം തന്നെ ജീവിതത്തിന്. ഹൃദയത്തിലെ പറഞ്ഞത് കേട്ടോ, ഹൃദയത്തിൽ എങ്ങനെയൊക്കെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കാൻ. എന്നാ ഇനി അടുത്ത തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടാ പറയുന്നേ. തലച്ചോറാണ് നിങ്ങളുടെ മാനസിക അസുഖങ്ങൾ ഉണ്ടാക്കുന്നവൻ. നിങ്ങളെ സ്ട്രെസ്, സ്ട്രെയിന്, അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത തോട്ട് പ്രോസസ്സ് എല്ലാം കൂടെ കയറ്റി നിങ്ങളെ അടിച്ച് നശിപ്പിക്കുന്നവൻ തലച്ചോറാണ്. ഇത് യവനെ ചിന്തിപ്പിക്കാതിരിക്കാൻ ഈ നടത്ത സഹായിക്കും. ഇവൻ ഈ ഒറ്റയ്ക്കിരുന്നുള്ള ചിന്തയൊക്കെ അങ്ങ് പോകും. കാരണം എന്താ, ഇവന് ഈ നടക്കുമ്പോൾ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കൂടെ ഒരു കുലുക്കം ഉണ്ടാവും. മനസ്സിലാവുന്നോ? നമ്മൾ അതിനകത്തോട്ട് അങ്ങ് വരും. അപ്പോൾ ഈ നടക്കുന്നത്, ഒന്നാമത്തെ പോയിന്റ്സ് പറയട്ടെ, നമ്മുടെ ഓർമ്മശക്തിയെ കൂട്ടുന്നു. എന്ത് ചെയ്യും? എന്തുകൊണ്ടാ? ഓർമ്മശക്തി, മൂഡ്, അതോടൊപ്പം തന്നെ കോൺസെൻട്രേഷൻ ഇവ മെച്ചപ്പെടും. കാര്യം എന്താ? ഓക്സിജൻ ചെല്ലുന്നുണ്ട് തലച്ചോറിൽ. കൃത്യമായി ഓക്സിജൻ ചെന്നാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓർമ്മയെയും നിങ്ങളുടെ യെസ് സാർ എന്തുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ റൂട്ട് മാറ്റിയിട്ട് ഞങ്ങൾ നെല്ലിക്കുന്ന് സൈഡിൽ പോയി കുറച്ച് ദിവസം. അതെൻ്റെ അനിയൻ്റെ മക്കളാണ്, ഗ്രേറ്റ് റിഷോണും റിയോണും കേട്ടോ. ഇപ്പം എല്ലാവരും പഠിച്ചു പോയി, റിഷോണ് റിയോണ് 2 പേരുകൾ അങ്ങ് പഠിപ്പിക്കുക. അപ്പം എന്തോന്നാ ഞാൻ പറഞ്ഞേ. പിന്നെ അടുത്ത് എന്തോന്ന് ചോദിച്ചാൽ ഈ തലച്ചോറിനകത്ത് മൂടുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു അത് ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. അടുത്ത പോയിന്റ് എന്തോന്ന് ചോദിച്ചാൽ നമ്മുടെ തടി കുറയ്ക്കും. മനസ്സിലാവുന്നു? ശരീരമൊക്കെ ഒരു ഭംഗി വരും. അപ്പം നടക്കണമെന്ന് തോന്നും. പെൺപിള്ളേർക്കൊക്കെ നടന്നാൽ എന്തോ ചെയ്യും? സൗന്ദര്യം കൂടും. മനസ്സിലായോ? പിന്നെ രാവിലെ കക്കൂസി പാനൊക്കെ ഒരു സുഖം ഉണ്ടാവും. മനസ്സിലായോ? അതായത് അപചയ പ്രക്രിയകളൊക്കെ നല്ലോണം നടക്കും. മെറ്റബോളിസം നല്ല ശക്തമായിട്ട് നടക്കും. പിന്നെ വേറെ എന്തോ വരും? കൊഴുപ്പെല്ലാം കൂടെ അടിഞ്ഞതെല്ലാം കൂടെ കരിഞ്ഞങ്ങ് പോകും, കൊഴുപ്പ് പോകും. അപ്പോൾ അപ്പോഴേ തന്നെ അഹങ്കാരം കുറച്ച് മാറും. മനസ്സിലായോ? പിന്നെ ഗ്ലൂക്കോസിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു, BP കുറയ്ക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ? സംശയമുണ്ടോ? ഇനി രാവിലെ നടക്കുന്നവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ജോലിക്ക് പോകാനൊരു ഉന്മേഷമായിരിക്കും. മനസ്സിലാവുന്നു? അല്ലെന്നുണ്ടെങ്കിൽ അവനോട് ചെന്നാൽ ആ ഓഫീസ് മൊത്തം നശിപ്പിക്കും, ഉറങ്ങി തൂങ്ങിയായിരിക്കും. മനസ്സിലാവുന്നോ? അപ്പം അതുകൊണ്ട് അതൊരു വലിയ ഗുണമുണ്ടാകും. തലച്ചോറും നല്ല സൂപ്പർ ഉറക്കം വൈകിട്ട് കിട്ടും. മനസ്സിലാവുന്നോ? അപ്പൊ പിന്നെ ഞാൻ പപ്പ പറഞ്ഞ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾക്കൊക്കെ നല്ല സൗന്ദര്യം വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടുന്നോണ്ടുള്ള ഗുണങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തോന്ന് ചോദിച്ചാൽ ഈ HDL കൊളസ്ട്രോൾ ഉണ്ട്. HDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്തോ? ഹലോ, വിനോദ് മാനുവൽ, മാത്യു ജേക്കബ്, നിതിൻ ജോൺസൺ, ഹായ്, ഗുഡ് മോർണിംഗ്. വിനോദ, നിനക്ക് സുഖമാണോടാ? പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? HDL കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളാ, അത് കൂടും. അപ്പൊ മനസ്സിലാവുന്നു? LDL എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചീത്ത സാധനമാണ്. അത് പപ്പയ്ക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പപ്പയ്ക്ക് ഈ ഷുഗറും പ്രഷറും ഒക്കെ വരൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചോണം. പിന്നെന്തുവാന്ന് വെച്ചാൽ ഈ ഗർഭിണികൾക്കൊക്കെ ഈ അബോർഷനൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും, ഈ നടത്തയൊക്കെ. മനസ്സിലാവുന്നോ?
ഊർജ്ജസ്വലരായിട്ട് അങ്ങ് മാറും. നല്ല സ്മാർട്ട് കൊച്ചുങ്ങൾ. അവന്മാർ നടന്ന് ജനിച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് കൂട്ടങ്ങ് നടത്തു തുടങ്ങും. മനസ്സിലാവുന്നു? കൊച്ചു കണ്ട നിങ്ങളെ രണ്ടിനെ എന്തോ കാണിക്കുക, മയിലായിരിക്കും. സൂര്യനെ കുഞ്ഞിന്നാണ് കാണുന്നത്. അയ്യോ എന്തൊരു കൊച്ച്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം. മനസ്സിലാവുന്നു? ഒരു നാച്ചുറൽ മെഡിസിൻ ആണ് നടത്തയെന്ന് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കാനൊക്കെ എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ നിങ്ങൾ എന്താ പറയും? നടത്ത ഈസ് എ നാച്ചുറൽ മെഡിസിൻ ആണെന്ന് പറയും. മനസ്സിലാവുന്നോ? അതെന്താ കാര്യം? നമ്മുടെ ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ് ഇവയെല്ലാം കുറയ്ക്കുന്നത് ആരാണ്? ഈ നടത്തം നമ്മളെ അതിന് സഹായിക്കും. ഐഡിയ കിട്ടിയോ? തടി, ഷുഗർ, എല്ലാത്തിനും നമ്മുടെ ഏറ്റവും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അതവിടെ ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ കുടുംബവുമായിട്ടും അതോടൊപ്പം തന്നെ ബന്ധുക്കളുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്സായിട്ടൊക്കെ നടക്കണമെന്ന് പറയുമ്പം നിങ്ങളുടെ ഒറ്റപ്പെടൽ അങ്ങ് ഇല്ലാതാവും. റിട്ടയർമെൻറ്റ് ലൈഫിലൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഐഡിയ കിട്ടിയോ? അപ്പം നടത്തയുടെ ഗുണങ്ങൾ കേട്ട് 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 നമ്മൾ ഭ്രാന്ത് പിടിച്ചു. മനസ്സിലാവുന്നു? ഐഡിയ കിട്ടിയോ? അപ്പം ഇനി വേറെ എന്തെങ്കിലും ഒരു ദിവസം ഒരു 30 മിനിറ്റ് നടക്കണം. മനസ്സിലാവുന്നു? നമ്മൾ ഏകദേശം 20 മിനിറ്റ് 25 മിനിറ്റ് ഇങ്ങോട്ട് നടക്കും. ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാം, ഒന്ന് വൈറ്റ് ഷുഗർ അത് കളഞ്ഞേക്കണം. അത് മേടിക്കണമെന്ന് നിങ്ങൾ ഉപയോഗിക്കണം. പിന്നെ അടുത്ത പോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നടക്കത്തില്ല. ഈ രണ്ടാമത്തെ പറയുമ്പോൾ റിഫൈൻഡ് മൈദയുണ്ട്, പൊറോട്ട അവൻ നമ്മുടെ 8ന്റെ പണി തരുന്നൊരു സാധനമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ വേറൊരുത്തൻ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്ന സാധനമുണ്ട്. ഇന്നലത്തെ എണ്ണയിലും ഇന്നത്തെ എണ്ണയിലും ഒക്കെ ആയിട്ട് ആ ഗുണ്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അതിനകത്ത് വീണു. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം ചിക്കൻ തന്നെ കറി വെച്ച് കഴിച്ചു. KFC ഒക്കെ എന്ന് പറഞ്ഞ ഇപ്പൊ യഥാർത്ഥത്തിൽ പൂരി പോലും പ്രഷർ കുക്കറിനകത്തോട്ട് വെച്ച് അടിച്ചാൽ അത് അപ്പോഴേഞ്ഞ് വരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കണം, തിന്ന് നോക്കുമ്പോഴല്ലേ അറിയോ. പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ സാധനങ്ങൾ ഒഴിവാക്കണം. പിന്നെ ഇതിനെന്താ നല്ല വഴി? ഇതിനൊരു വഴി എന്താ? ഇതിനൊരു വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നാടൻ ഭക്ഷണം. അതോടൊപ്പം തന്നെ കഞ്ഞി കുടിക്കുന്നത്, പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, പഴം കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം കൂടെ വെക്കുമ്പോൾ അതിന്റെ ഗുണമുണ്ടോ? പിന്നെ ദയവായിട്ട് ഈ മദ്യം, സിഗരറ്റ് ഇവ അളവ് കുറയ്ക്കാൻ ശ്രമിക്കണം. പിന്നെ നല്ല രീതിയിൽ ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നടത്തയൊക്കെ ഒരു ഗുണകരമായി മാറും. മനസ്സിലായോ? നമ്മൾ ഇന്ന് മുതൽ പറയുന്നു, ഒരു കോഫി ഈസിക്കൽ ടു മോർണിംഗ് വാക്ക്. ഒരു കോഫിയിൽ നിന്ന് കിട്ടുന്ന എനർജി നമുക്ക് മോർണിംഗ് വാക്കിൽ നിന്ന് കിട്ടും എന്നുള്ള രീതിയിൽ വെച്ചോണം. ഈ ലേറ്റ് നൈറ്റ് മൊബൈൽ യൂസ്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും മൊബൈൽ മോശമായി ഉപയോഗിക്കത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടാൻ, ഹൗ ദ പീപ്പിൾ നോ മീ വെരി വെൽ, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ എങ്ങനെ അറിയാം? ബിക്കോസ് ഓഫ് ദിസ് മൊബൈൽ. ഐ എം യൂസിങ് ദാറ്റ് ടെക്നോളജി ഓൺലി. സോ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ യുവർ അപ്ലിഫ്റ്റ്മെന്റ് ഓർ ഫ്രം യുവർ എനർജൈസ്. എനിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ എനിക്ക് അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. എൻ്റെ വീട്ടിലെ ഞങ്ങളുടെ ലിയോണക്കൂട്ടനെ വരെ ജനം അറിയും ഇപ്പം. എന്തുകൊണ്ടാണ്? ഹൗ ആ പപ്പ അതൊക്കെ ഇടുന്നുണ്ടാ. മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? അത് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞാണ്. കെട്ടിച്ചു വിട്ടാലും മോൻ പപ്പയുടെ മൂത്തൻ പൊന്നൊക്കെ മാറി. ഇത് പൊന്നപ്പനല്ല, കുഞ്ഞപ്പൻ. അതൊന്നുമില്ല, അവന് വേറും പട്ടി. 2 വയസ്സാണ്. 2 വയസ്സ്. 26 വയസ്സായി. നേഹ, ഇതിനകത്ത് എന്തെങ്കിലും ഡു യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദിറ്റ്? എന്തൊരു മീനാണെന്നൂടെ കാണിച്ചേക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നാസറിന്റെ പരസ്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല തരം അളിഞ്ഞ അയിലകൾക്ക് സമീപിക്കും. ഇതുകൊണ്ട് ജീവൻ ഇതെങ്ങനെ പിടച്ചു പോകും. ആ വെള്ളത്തിൽ എടുത്തിട്ട് 2 നടക്കാൻ പോകുന്നതിന്റെ ആവശ്യം ജിമ്മിൽ പോയിക്കോ. ആരെങ്കിലും എതിര് പറഞ്ഞോ? ഞാൻ അതൊന്നും എതിര് പറയുന്നില്ലേ. എന്റെ പൊന്നു സാറേ, നീ എവിടെയോ പോകും. വയറ് പറയുന്നില്ല. വയറൊക്കെ കുറയണമെങ്കിൽ നോക്കാം. ഓക്കെ വിനോദേ, ബൈ.